ഹേ ഗൈസ്, അപ്പോൾ ഇതെൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു ഇത് ഒക്കെ ഉണ്ട്. എന്തായാലും ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്കാണ്. ബിക്കോസ് ഈ ഫേസ് പാക്ക് എനിക്ക് നല്ല രീതിയിൽ യൂസ്ഫുള്ളായൊരു ഫേസ് പാക്കാണ്. അപ്പം അതിൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളും ആയിട്ടാണ് വന്നിരിക്കുന്നത്. പോകെ കുറേ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേസ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് മെയിനായിട്ടും ഞാൻ ഒരു 10th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയം തൊട്ടിട്ട് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആകുന്ന കോഫി മാസ്ക് ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പം ഇതെനിക്ക് ഭയങ്കര റിസൾട്ട് ഉണ്ടായൊരു സാധനമാണ്. മുമ്പ് തൊട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു ചേഞ്ച് തോന്നി തുടങ്ങിയത് കൊണ്ട് നിങ്ങളുടെ അടുത്തും ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് പിന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഈസി ആയിട്ട് നമുക്കൊക്കെ അവൈലബിൾ ആവുന്ന വെറും 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ പറയുക, നല്ലൊരു ബെനിഫിറ്റ് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. നമ്മുടെ ടാൻ റിഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും പിന്നെ സ്കിൻ ബ്രൈറ്റൻ ആക്കാനും നല്ല ഗ്ലോ കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ കോഫി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഒക്കെ ഉള്ളൊരു സാധനമാണ്. അതുപോലെ തന്നെ അലോവേര ജെല്ല് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആക്കും. അതുപോലെ നമ്മുടെ കേർഡും അതുപോലെ തന്നെയാണ്. ഫസ്റ്റ് വേണ്ടുന്നത് കോഫിയാണ്. സോ ഇങ്ങനത്തെ ഒരു സ്പൂണിൽ ഞാൻ ഇവിടെ 2 സ്പൂൺ എടുത്തിട്ടുണ്ട് കോഫി. നെക്സ്റ്റ് ഇച്ചിരി കേർഡ് എടുത്തിട്ടുണ്ട്. ഇതൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മൾ നോക്കിയിട്ട് ഒരു കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി ആക്കുക. അതിനനുസരിച്ചിട്ട് നമ്മൾ കേർഡ് എടുക്കുക. കണ്ടില്ലേ, കുറച്ചൊരു ഫേസിൽ ഇടുമ്പോഴത്തേനും പെട്ടെന്ന് ഡ്രൈ ആവാത്ത വിധത്തിൽ എടുത്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ എടുക്കുക. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഞാൻ കുറച്ച് അലോവേര ജെല്ലും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് 3 കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ബീട്രൂട്ട് പൗഡറോ അല്ലെങ്കിൽ എന്താ പറയുക സാൻഡൽവുഡ് പൗഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യാനുസരണം ആഡ് ചെയ്യാം. പക്ഷേ കൺസിസ്റ്റൻസി എപ്പോഴും കുറച്ച് ലൂസായിരിക്കണം. ഈ ഒരു രീതിയിൽ കിട്ടുന്ന പോലെ. അധികം ടൈറ്റായി കഴിയുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നിൽ റിങ്കിൾസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ മാസ്ക് റെഡിയാക്കാൻ നോക്കുക. അപ്പം ഞാൻ ഫേസൊക്കെ ഒന്ന് കഴുകി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫേസ് പാക്ക് ഇടാം. നല്ല കൺസിസ്റ്റൻസി ഉണ്ടാവും. അപ്പം ഞാനിതൊരു 15 മിനിറ്റ് ഫേസിൽ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ട കുറച്ചൊക്കെ ഉണങ്ങി തുടങ്ങി. എന്തായാലും 15 മിനിറ്റ് വരെ മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ. ഈ ഒരു സൈഡൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണങ്ങി. അധികം ഉണങ്ങാൻ വെക്കുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിങ്കിൾസ് വരാനുള്ള ഒരു ചാൻസും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പം തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നിങ്ങൾക്ക് കാണാം. ഭയങ്കര എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് റിസൾട്ട് തരുന്ന, കണ്ടില്ലേ. അപ്പോൾ ഫസ്റ്റ് യൂസ് തൊട്ടിട്ട് തന്നെ നമുക്ക് നല്ലൊരു വിസിബിൾ ചേഞ്ച് കാണാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേനും എന്തായാലും നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. നല്ലൊരു ഗ്ലോയും ബ്രൈറ്റ്നസ്സും
അതുപോലെ ടാനൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ആയിട്ടുണ്ടാവും. ഇത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ പണ്ടൊട്ടേ ഉപയോഗിക്കുന്ന ഒരു 10th സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് തന്നെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്, ഒരു പാക്കാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ യൂസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന്. പിന്നെ എൻ്റെ ചാനൽ എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ പുതിയ ചാനലാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു കണ്ടൻറ്റുമായി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.